ബാക്ക് ടു സാലം ലേണിംഗ് അനിറ്റംബീസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് EVS പഠിക്കാം. അപ്പൊ എല്ലാ മക്കളും നമ്മുടെ ഓണപരീക്ഷന്റെ ആ കനത്ത പ്രിപ്പറേഷനിലാണ്. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും, എന്തൊക്കെ കാര്യങ്ങളാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ചിന്തയിലാണ് മക്കൾ എല്ലാവരും. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയ ഹരിത ഭൂമി, അതായത് ഗ്രീൻ എർത്ത് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത് ആരെ പറ്റിയാണ്? സസ്യങ്ങളെ പറ്റിയാണ്, പ്ലാന്റ്സിനെ പറ്റിയാണ്. വിവിധ തരത്തിലുള്ള സസ്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾക്ക് ചുറ്റും കാണുന്ന സസ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? ഏതൊക്കെ കാണുന്നുണ്ട്? റൂട്ട് കാണുന്നുണ്ട് അല്ലെ? മണ്ണിന്റെ അടിയിൽ റൂട്ട് അല്ലെങ്കിൽ വേര് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെം അല്ലെങ്കിൽ കാണ്ഡം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫലമുണ്ട്. അതുപോലെ ഫ്ലവർ പൂവുണ്ട്. അതുപോലെ തന്നെ ലീഫ് അല്ലെങ്കിൽ ഇലകളുണ്ട്. അപ്പം നമുക്ക് ചുറ്റും കാണുന്ന എല്ലാവിധ സസ്യങ്ങളിലും കാണപ്പെടുന്ന ചില ഭാഗങ്ങളാണ് മക്കൾ ഇവിടെ കാണുന്നത്. അപ്പം ഭാഗങ്ങൾ അടയാളപ്പെടുത്തി അവയ്ക്ക് പേര് കൊടുക്കാനൊക്കെ മക്കളൊന്ന് പഠിച്ചു വെക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ ചെടികളും ഒരുപോലെയാണോ? ചില ചെടികളാണെങ്കിൽ വളരെ ചെറുതായിരിക്കും, ചില ചെടികളാണെങ്കിൽ വളരെ വലിയതായിരിക്കും, വലിയ മരങ്ങളായിട്ട് കാണും. ചിലതൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള സസ്യങ്ങളെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെ തരംതിരിക്കാം? ഹെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔഷധികൾ. ഓക്കെ. അതുപോലെ തന്നെ ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റിച്ചെടികൾ എന്ന് നമ്മൾ പറയുന്നു. എന്താണ്? കുറ്റിച്ചെടികൾ എന്ന് നമ്മൾ പറയുന്നു. ഇനി ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ മരങ്ങൾ എന്ന് നമ്മൾ പറയുന്നു. പിന്നെ എന്താണ്? വൈൻ പ്ലാന്റ്സ്, അതിന്റെ അർത്ഥം എന്താണ്? വള്ളിച്ചെടികൾ എന്ന് നമ്മൾ പറയുന്നു. എന്താണ്? വള്ളിച്ചെടികൾ. പിന്നെ ഉള്ളതാണ് വാട്ടർ പ്ലാന്റ്സ്, അതായത് ജലസസ്യങ്ങൾ. ഓക്കെ. അപ്പൊ ഇത്തരത്തില് വിവിധ തരത്തിലുള്ള സസ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവയൊക്കെ ഏതാണ്, ഇവയുടെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നും കൂടി നമുക്കൊന്ന് പഠിച്ചാലോ? ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഔഷധികൾ പഠിക്കാം. എല്ലാ തരത്തിലുള്ള സസ്യങ്ങളുടെയും കുറച്ച് പ്രത്യേക തരം നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ് ആണ് മിസ് ഇവിടെ പറയുന്നത്. ആദ്യം നമുക്ക് ഹെർബ്സ് അല്ലെങ്കിൽ ഔഷധികൾ. അവയുടെ തണ്ട് എങ്ങനെയാണ്? മൃദുവാണ്, ഓർത്തു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ അവയുടെ റൂട്ട് എങ്ങനെയാണ്? നോ ഡീപ്പ് റൂട്ട്, അതായത് ആഴത്തിൽ അവയ്ക്ക് വേരോട്ടമില്ല. അതുപോലെ തന്നെ അവ എങ്ങനെയാണ് ജീവിക്കുന്നത്? കുറച്ചു കാലം മാത്രമേ ഉള്ളൂ, ഷോർട്ട് ലീവ്ഡ് ആണ്, കുറച്ചു കാലം മാത്രമാണ് അവ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അവ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ചെറിയ ചെടികൾ, അതായത് ദേ ബിലോങ്സ് ടു സ്മോൾ പ്ലാന്റ്സ്. അവ ചെറിയ ചെടികളാണ്. അപ്പൊ ഈ പറയുന്ന 4 പോയിന്റുകൾ മക്കൾ ഉറപ്പായിട്ട് പഠിച്ചു വെക്കണം. എങ്കിൽ അടുത്ത് നോക്കിയാലോ? കുറ്റിച്ചെടികൾ അല്ലെങ്കിൽ ഷ്രബ്സ്. അവയുടെ പ്രത്യേകത എന്താണ്? അവയുടെ സ്റ്റെം എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള തണ്ടാണ്. അതുപോലെ താരതമ്യേന വലിപ്പം കുറവാണ്, ഒരു മീഡിയം സൈസ്ഡ് പ്ലാന്റ് ആണ്. അത്ര വലിപ്പവും ഇല്ല, അത്ര ചെറുതുമല്ല, താരതമ്യേന ഒരു മീഡിയം സൈസ് ആണ്. അതുപോലെ ഷോർട്ട് പ്ലാന്റ് ആണ്, അതായത് അതായത് ചെറിയ ചെടികളാണ്. പിന്നെ എന്താണ്? വളരെ കാലം അവ നിലനിൽക്കുന്നു, നമ്മുടെ ചെമ്പരത്തി പോലെയൊക്കെ. ഇനി അടുത്തത് എന്തായിരുന്നു? ട്രീസ്, നമ്മൾ കാണുന്ന വലിയ മരങ്ങള്. അവ എന്താണ്? നല്ല ഉയരത്തിൽ വളരുന്നുണ്ട്. അതുപോലെ വളരെ കട്ടിയുള്ള തണ്ടാണ് അവയ്ക്കുള്ളത്, അതായത് നല്ല ഹാർഡ് സ്റ്റെം ആണുള്ളത്. പിന്നെ അവയുടെ വേര് എങ്ങനെയാണ്? മണ്ണിന്റെ അടിയിലേക്ക് നല്ല ആഴത്തിലുള്ള വേരുകളാണ്. അതുപോലെ തന്നെ അവ എത്ര കാലം നിലനിൽക്കും? കുറെ കാലം നിലനിൽക്കും, അതായത് ദീർഘകാലം അവ നിലനിൽക്കും. അപ്പൊ 3 പ്രധാനപ്പെട്ട രീതിയിൽ നമ്മൾ സസ്യങ്ങളെ തരംതിരിച്ചു. അവയ്ക്ക് കുറച്ച് പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. പക്ഷെ ഇതുപോലെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് മണ്ണിൽ നിൽക്കുന്ന ചെടികൾ മാത്രമൊന്നുമല്ല, നേരെ മറിഞ്ഞ് ഈ കാണുന്നത് പോലെ മണ്ണിലൂടെ ഇങ്ങനെ പടർന്നു കിടക്കുന്നതും അതുപോലെ തന്നെ ചെറിയ ചെറിയ വലകളിലും അല്ലെങ്കിൽ മറ്റു മരങ്ങളിൽ ഇങ്ങനെ കീറി പടർന്നു നിൽക്കുന്നതുമായിട്ടുള്ള മരങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ അതിനെ നമ്മൾ വലിയ മരങ്ങൾ എന്നൊന്നുമല്ല പറയുന്നത്, ചെറിയ ചെറിയ ചെടികളുണ്ട്. അപ്പം അവയ്ക്ക് കുറെ ഉദാഹരണങ്ങൾ മക്കൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റൂ അല്ലെ? ഇവയൊക്കെ ചിലപ്പോൾ മക്കൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ വള്ളിച്ചെടികൾ എന്ന് പറയുന്നത്. അപ്പൊ അവയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? അവ വള്ളികളായിട്ടാണ് പടരുന്നത്, അതായത് ക്രീപ്പേഴ്സ് ആയിട്ടാണ് അവ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ക്രീപ്പേഴ്സ്. അതുപോലെ തന്നെ അവയ്ക്ക് ഇങ്ങനെ നിവർന്നു നിൽക്കാൻ പറ്റുമോ? നമ്മുടെ കുറ്റിച്ചെടി പോലെ, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ പ്ലാന്റ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഹൈബിസ്കസ് പോലെയൊക്കെ അതിങ്ങനെ നിവർന്നു നിൽക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അവയുടെ തണ്ട് വളരെ സോഫ്റ്റ് ആണ് അല്ലേ? നീളവും മൃദുവായ തണ്ടാണ് മറ്റൊരു പ്രത്യേകത. ഹാവ് ലോങ് ആൻഡ് ഡെലിക്കേറ്റ് സ്റ്റെം. അതെന്താണ്? നല്ല നീളം ഉണ്ടാവും, പക്ഷെ അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റും ആയിരിക്കും. അവയ്ക്ക് വേരെങ്ങനെയാണ്? ആഴത്തിൽ അവയ്ക്ക് വേരോട്ടമില്ല കേട്ടോ, അതായത് നോ ഡീപ്പ് റൂട്ട്.
അപ്പൊ ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഇനി അടുത്തതാണ്, ഇതൊക്കെ നമുക്ക് മണ്ണില് നമുക്ക് നമ്മുടെ കരയിൽ കാണുന്ന കുറച്ച് സസ്യങ്ങളാണ്. പക്ഷെ വെള്ളത്തിലും എന്താണ്, നമുക്ക് ചെടികൾ കാണും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് വള്ളിച്ചെടികളെ രണ്ടായിട്ട് തരംതിരിച്ചാലോ? മിസ് നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, നമ്മുടെ നിലത്ത് പടർന്നു വളരുന്ന കുറച്ച് ചെടികളുണ്ട്, അതുപോലെ തന്നെ മറ്റു മരങ്ങളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ അതിൽ പിടിച്ച് വളരുന്ന ചെറിയ ചെടികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വള്ളിച്ചെടികളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നെന്താണ്, നിലത്ത് പടർന്നു വളരുന്നവ, അതായത് ഗ്രോ, സ്പ്രെഡ് ആൻഡ് ഗ്രോ എലോങ് ദി ഗ്രൗണ്ട്. എക്സാമ്പിൾസും ഉണ്ട്, പംകിനും വാട്ടർമെലണും. അതേസമയം ദോസ് ദാറ്റ് ഗ്രോ അപ്വേർഡ് ബൈ ഹോൾഡിംഗ് ഓൺ ടു ഓർ ബൈ സ്പ്രെഡിംഗ് എലോങ് എ സപ്പോർട്ട്, അതായത് താങ്ങിൽ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വളരുന്നവ, അതാണ് നമ്മുടെ കുരുമുളക്, മണി പ്ലാന്റ്, അവയൊക്കെ. അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ജലസസ്യങ്ങൾ നോക്കാം. ജലസസ്യങ്ങൾക്കും ധാരാളം ഉദാഹരണം നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ വേണ്ടി പറ്റും. അവയുടെ പ്രത്യേകത കൂടി നമുക്കൊന്ന് അറിയണ്ടേ. നമ്മുടെ ആമ്പലും താമരയും ഒക്കെ ജലസസ്യങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. എന്തൊക്കെ പ്രത്യേകതയുണ്ട്? ഫസ്റ്റ്, അവ ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ്. ദ പ്ലാന്റ്സ് ഗ്രോ ഇൻ വാട്ടർ. അടുത്ത എന്താണ്, ഇലകളും പൂക്കളും ഒക്കെ എവിടെയാണ്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ലീവ്സ് ആൻഡ് ഫ്ലവർ ഫ്ലോട്ട് ഓൺ വാട്ടർ സർഫസ്. അടുത്തത്, അവയുടെ തണ്ടുകൾക്ക് എന്താ പ്രത്യേകത, നീണ്ട തണ്ടുകളാണ്, ഇലോങ്ങേറ്റഡ് സ്റ്റെം ആണ്. അതുപോലെ തന്നെ ലീവ്സ് ഹാവ് വാക്സി കോട്ടിംഗ്, അതായത് ഇലകൾക്ക് മെഴുകു പോലുള്ള ആവരണവും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ കുറേ തരത്തിലുള്ള സസ്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ, അവയുടെ ഒക്കെ പ്രത്യേകത പഠിച്ചില്ലേ. ഇനി അവയുടെ ഉദാഹരണങ്ങളും മക്കൾ പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ മിസ് പറഞ്ഞു തന്നത്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഇത് അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെയുള്ള കുട്ടി കുട്ടി ഇൻഫോർമേറ്റീവ് ആയ ക്ലാസ്സസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള ക്ലാസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ക്ലാസ് 3 യൂട്യൂബ് ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഡാറ്റാസും എല്ലാവിധ നോട്ട്സും നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ നോട്ട്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്കും ഇവിടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ എല്ലാ മക്കളും ഉഷാറായിട്ട് പഠിക്കുക. ആൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.